അപ്പൊ ഇങ്ങനെ തോന്നിയ ദിവസം അന്നേ ഉണ്ടല്ലോ. അപ്പൊ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ അമ്മ അവിടെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ്. എന്നുവെച്ചാ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ട് അവിടെ പോയതിന് എന്റെ അമ്മയെ പാവം പിടിച്ചോണ്ട് പോയി. അവര് പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. കൊട്ടാരക്കര സാറിന്റെ അവിടെ, കൊട്ടാരക്കര രവിയുടെ ബ്രദർ എല്ലാരും കൂടെ, ഗണേശില്. ഞാനാണെങ്കിൽ ഇതൊന്നും അറിയണില്ല. ഇത്രയും വലിയ ഞാൻ വാക്ക് കൊടുത്തില്ല. ഞാൻ സാറിനോട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, പക്ഷെ കൺഫേം ചെയ്തില്ല. പക്ഷെ ഇത് എൻ്റെ ഇതിനെ ഒരു കൺഫർമേഷൻ ആക്കി എടുത്ത് അവരങ്ങ് ഫിക്സ് ചെയ്തു. പിന്നെ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പ്രിയേട്ടൻ, ഉണ്ണിയേട്ടൻ, സുരേഷ് ഏട്ടൻ, ഹരിയേട്ടൻ എല്ലാരും എന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തോണ്ട് വരിക, എന്നെ കണ്ട് പിടിച്ചോണ്ട് പോകും. അങ്ങനെ പിന്നെ കുട്ടേട്ടന്റെ അസുഖം മനസ്സിലായല്ലോ. അതായത് ഇതിനകത്ത് ഇത്രയും കഥയുണ്ടായിരുന്നു, അതൊന്നും പറയാതെ പുള്ളി നൈറ്റ് ഇട്ടുണ്ട് മദ്രാസിൽ പോയോ എന്നുള്ളതാണ് പുള്ളിക്ക് അറിയേണ്ടത്. അല്ലേ? പക്ഷെ നൈറ്റ് ഇട്ടോണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ നൈറ്റ് ഇട്ടോണ്ട് ഒറ്റ യാത്രയല്ലേ ചെയ്തിട്ടുള്ളൂ അല്ലേ? ആ ഒരു യാത്ര മാത്രമേ. അല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് വലിയൊരു പ്രശ്നമല്ലെന്ന് തോന്നുന്നു അല്ലേ? നൈറ്റ് ആണല്ലോ ഇപ്പൊ കഫ്താന്നും പറഞ്ഞോണ്ട്. ഇപ്പൊ എന്തെങ്കിലും ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു ഡ്രസ് ഉണ്ടായിരിക്കണം. പക്ഷെ അതൊരു നല്ല വൃത്തിയുള്ള ഒരു സ്റ്റൈലിഷ് നൈറ്റി ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ എവിടുന്ന് വന്ന്? നിങ്ങൾ ഒരുപാട് ചിരിച്ചു, എനിക്ക് സന്തോഷമായി. ഞങ്ങള് കോട്ടയം, പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ആളുകളാണ് ഇത് ഇരിക്കുന്നത്. സർക്കാർ അംഗീകരിച്ച 38 ഇനം കലകളിലെ കലാകാരന്മാരും കലാകാരികളും ഉൾപ്പെടുന്ന സംഘടനയാണ്. നമ്മൾ ഏത് കലയിലാ പ്രാവീണ്യമുള്ള ആളാ? ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്, നാടകമാണ്. നാടകം. നന്നായി. താങ്ക് യു. 38 ഇനം കലകൾ എന്ന് പറയുമ്പോൾ ആ സംഘടനയ്ക്ക് ഒരു പേരുണ്ട്, സഭാപതി. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് ഭാരത്. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് ഭാരത്. സംസ്ഥാന പ്രസിഡന്റ് ആണ് ഈ ഇരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ആണ്. നല്ല വിനയമുള്ള മനുഷ്യൻ. എന്താ അദ്ദേഹത്തിന്റെ പേര്? സാബു ഐക്യരേത്ത്. ഐക്യരേത്ത് വീട്ടുപേരാണോ? ഓ, നന്നായി. അപ്പൊ മാത്രല്ല അങ്ങനെ ഒരു മൈക്ക് ഓൾറെഡി ഉണ്ട്. ആ മൈക്ക് മടി വെച്ചിട്ട് അടുത്ത മൈക്ക് വാങ്ങിക്കുന്നു. നിങ്ങൾ തന്നെ കലാകാരൻ കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം കേട്ടോ. നമുക്ക് എവിടെയൊക്കെ വെച്ച് കാണണം. താങ്ക് യു. അപ്പൊ മേനക, നമുക്ക് ഇന്ന് 1 കോടി രൂപയുടെ കാര്യമാണ് നമ്മളിവിടെ മത്സരിക്കേണ്ടത്. ചോദ്യം വരാൻ പോകുന്നു. കാര്യം ആദ്യം മേനകയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് 1 കോടിക്ക് മത്സരം വേണോ വേണ്ട മോളിച്ചിരിക്കുന്നത്. വൈ ആർ യു ലാഫിങ്? ഓക്കെ, അപ്പോ അതായത് ഇന്നിപ്പോ സുരേഷ് കുമാറിനോട് പറഞ്ഞു 1 കോടി രൂപയ്ക്ക് വേണ്ടിയുള്ള മത്സരമാണെന്ന്. അങ്ങനെ എന്തുവാ പറഞ്ഞപ്പോ? സത്യസന്ധമായിട്ട് പറയണം. 1 കോടി കിട്ടിയത് തന്നെ 1 കോടി കിട്ടിയ തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ നാവ് പ്രശ്നമാണ്. കാരണം ആരെങ്കിലും ഒരാൾ 1 കോടി അടിച്ചെടുക്കാൻ തുടങ്ങുമ്പോൾ നെഗറ്റീവ് എനർജിയായി ഈ മനുഷ്യൻ. അത് വീട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പുറത്ത് ചൊറിയന്റെ ഒരു കുപ്പായം ഉണ്ടല്ലേ, ഈ പുറത്തിറങ്ങിയ കംപ്ലീറ്റ് പോസിറ്റീവാ. നമ്മള് വലിയ ദാരിദ്ര്യ ദുഃഖത്തിൽ നിൽക്കുമ്പോഴും ഉണ്ടല്ലോ ഈ സുരേഷ് കുമാറിനെ കണ്ട മനസ്സിനൊരു നിറവാ. നമ്മുടെ ഒരു പൈസയും കാണത്തില്ല. കീറി ഉടുപ്പൊക്കെ ഇട്ട് കിടക്കുമ്പോൾ പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അറിയാതെ തൊഴുതു പോകും. അത്ര നിറവുണ്ട്. വീട്ടിലെ ആളുകൾ താഴെ വരും, നല്ല കാര്യങ്ങളൊക്കെ നിറച്ചും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് തന്നെ ഉണ്ടല്ലോ, ഈ സിനിമയിലുള്ള ഏതവനെങ്കിലും ഒരു അടി കൊടുക്കണം തോന്നി ഞാൻ ആദ്യം അല്ലെങ്കിൽ സുരേഷ് കുമാറിനെ കമ്പനി അടിച്ചാലോ എന്ന്. കാര്യം കരുത്തോടെ കൊടുക്കണേ അങ്ങനെയേ ഉള്ളൂ. പക്ഷെ നല്ലൊരു സിനിമയിൽ അങ്ങനെ ഒരു റോള് കിട്ടിയാലുണ്ടല്ലോ കാസറും അല്ലേ? കാസറും. എന്റെ ഒരു പ്രതീക്ഷ എന്താ അറിയോ? അതായത് ഈ മനുഷ്യനെ ആളുകൾ സ്വീകരിച്ചുകൊണ്ട് പോകുന്നത് ജീവിതത്തിൽ മേനക കാണേണ്ടി വരും. ആദ്യം സുരേഷ് അഭിനയിക്കുന്ന ആരുടെ കൂടെയാണെന്ന് അറിയാം? എന്റെ കൂടെയാണ്. അത് പ്രണയമായി കല്യാണം കഴിച്ചല്ലേ? അമേരിക്ക പോയപ്പോഴേക്കും ഫസ്റ്റ് ഡ്രാമയില് ഞാനും സുരേഷ് ഏട്ടനും ചേർന്ന് അഭിനയിച്ചു. ഭയങ്കര. കല്യാണത്തിന് മുമ്പാണോ? കല്യാണത്തിന് ശേഷം ചെന്ന് അഭിനയിച്ചു. പിന്നെ പപ്പേട്ടൻ എല്ലാരും സ്റ്റേജിൽ ഓരോരുത്തർ വരുമ്പോഴേക്കും ഓട്ടോഗ്രാഫ് മേടിക്കാൻ സുരേഷ് ഏട്ടൻ്റെ അടുത്ത് വന്നാണ് മേടിച്ചത്. ഞങ്ങൾ ആ കാലത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞാൻ തന്നെ ഒരു സിനിമ പിടിക്കുവാണെങ്കിൽ അതിനകത്ത് നായകനാക്കത്തില്ല, എൻ്റെ കാശ് പോവും. നല്ലൊരു വേഷത്തിൽ അദ്ദേഹത്തിനെ കയറ്റും. എന്നിട്ട് കാരണം അദ്ദേഹം ആരാധക വൃന്ദങ്ങൾക്ക് നടുവിൽ നിന്ന് ഇങ്ങനെ തിരുവനന്തപുരം ലാംഗ്വേജിൽ എന്തൊരു ഹാപ്പി എന്ന് ചോദിക്കുന്നത് എനിക്കൊന്ന് കേൾക്കണം.